നമസ്കാരം. ഇന്ന് നമുക്ക് ഈ ടീഷർട്ട് വെച്ചിട്ട് ഇതുപോലൊരു ബാഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പഴയ ടീഷർട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസ് ടീഷർട്ടാട്ടോ. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ അവരുടെ തന്നെ ടീഷർട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയൊരു ബാഗ് നമുക്ക് കിട്ടും. അപ്പോൾ ടീഷർട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് രണ്ടായിട്ട് നീളത്തിൽ മടക്കി വയ്ക്കാം. അപ്പോൾ ഞാനിത് രണ്ടായിട്ടൊന്ന് മടക്കുകയാണ്. ദാ ഇതുപോലെ ഒന്ന് മടക്കിയതിന് ശേഷം അതിൻ്റെ ഷോൾഡറും അതുപോലെ ആം ഹോളും ഒക്കെ കൃത്യമായിട്ട് ഒന്ന് കറക്റ്റായിട്ടൊന്ന് വെച്ച് എടുക്കുക. അതിന് ശേഷം ആ ഷോൾഡർ ഭാഗത്ത് നിന്ന് ഒരു 10 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്യുക. ആ നെക്കിൻ്റെ ഭാഗത്ത് ഒരു 10 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്യുക. ഇതിനിപ്പോൾ അളവുകളുടെ ഒന്നും കാര്യമില്ല എങ്കിലും ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരളവ് പറയുന്നതെന്നുള്ളൂ. ഏകദേശം ഒരു 10 ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ആ ഭാഗമില്ലേ, ആ ഭാഗവും ഒന്ന് ഒരു 10 ഇഞ്ച് ലെങ്ത്തിലൊന്ന് മാർക്ക് ചെയ്യുക. നമ്മൾ സാധാരണ ആം ഹോൾ വരയ്ക്കില്ലേ, ആ രീതിയിൽ ഒന്ന് മാർക്ക് ചെയ്യുക. മൊത്തം രണ്ടെണ്ണത്തിലും, അതായത് രണ്ട് സൈഡിലും ഞാൻ 10 ഇഞ്ച് വെച്ചിട്ടാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ അത്രയും വേണ്ടെങ്കിൽ ഒരു 8 ഇഞ്ച് വെച്ചിട്ടൊക്കെ മാർക്ക് ചെയ്തേച്ചാൽ മതി. ഇനി ഏറ്റവും താഴെ ഒരു ഭാഗമുണ്ടല്ലോ, നമ്മുടെ ആ ഒരു പടി മടക്കി അടിച്ചേക്കണം, അത് നമുക്ക് വേണ്ട. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കെട്ടിയിടുകയല്ലേ ചെയ്യണത്. അപ്പോൾ അത് ഇങ്ങനെ ഭയങ്കര കട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും താഴെ നിന്ന് ഒരു 4 ഇഞ്ച് മുകളിലേക്ക് കയറ്റി മാർക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ഓരോ ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യുക. അവിടെ വരെയാണ് നമുക്ക് കട്ട് ചെയ്ത് നിർത്തേണ്ടത്. ആ 4 ഇഞ്ച് മുകളിൽ വരെ കട്ട് ചെയ്ത് നിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് അവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഈ നെക്കിൻ്റെ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം വരച്ചതൊന്ന് കട്ട് ചെയ്യാം. അതിന് ശേഷം ആം ഹോളിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വരച്ചിട്ടില്ലേ, അതും കൂടെ ഒന്ന് കട്ട് ചെയ്യുക. നിങ്ങൾക്ക് മുകൾ ഭാഗത്ത് ഇങ്ങനെ കെട്ടിടണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോൾഡർ അതുപോലെ തന്നെ ഇരുന്നോട്ടെ, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഇവിടെ മുകളിലും കൂടെ താഴെ എന്താണോ ചെയ്യുന്നത് അതുപോലെ തന്നെ മുകളിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒന്ന് ആ ജോയിൻ്റ് ചെയ്തേക്കണ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചെറിയ ചെറിയ കട്ടിങ് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പീസ് എടുത്തിട്ട് നിവർത്തിയിട്ടതിന് ശേഷം ദാ ഇതുപോലെ ഓരോ ഇഞ്ച് വിട്ടിൽ നമ്മൾ അടയാളപ്പെടുത്തിയിട്ടില്ലേ, ആ അടയാളപ്പെടുത്തിയേക്കണേ ആ ഒരു ലൈനിൽ കൂടി കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇതിന് സ്റ്റിച്ചിങ്ങിൻ്റെ ഒരാവശ്യവും വരുന്നില്ല കേട്ടോ. സ്റ്റിച്ചിങ് മെഷീൻ്റെ ആവശ്യമേ ഇല്ല ഈ ഒരു ബാഗ് നമുക്ക് ഉണ്ടാക്കാനായിട്ട്. ജസ്റ്റ് കട്ട് ചെയ്യുക, അതുപോലെ തന്നെ കെട്ടുക, അത്രയും മാത്രമേ നമുക്കിതിൽ വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ താഴെ കട്ട് ചെയ്തതുപോലെ തന്നെ മുകളിലും കട്ട് ചെയ്യണം. അപ്പോൾ മുകളിൽ നമ്മളൊരു 2 ഇഞ്ച് താഴേക്ക് ഒന്ന് മാർക്ക് ചെയ്യുക. രണ്ട് ഷോൾഡറിലും ഒരു 2 ഇഞ്ച് താഴേക്കൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഓരോ ഇഞ്ച് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ 1/2 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് എനിക്ക് കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോ ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിത് നിവർത്തിയിട്ടതിന് ശേഷം ഇതിൻ്റെ മുകളിലത്തെ ഒരു പീസും താഴത്തെ ഒരു പീസും തമ്മിൽ ജോയിൻ ചെയ്ത് കെട്ടിക്കൊടുക്കുക. അത്രയും പണി മാത്രമേ നമുക്കിതിൻ്റെ അകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കെട്ടുമ്പോൾ നമ്മൾ 2 പ്രാവശ്യം കെട്ടണം. ഒന്ന് കെട്ടി അതുപോലെ ഒന്നുകൂടെ കെട്ടുക. കണ്ടോ, ഇതുപോലെയാണ് ഈ മൊത്തം പീസും കെട്ടിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പീസുകൾ കെട്ടുമ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. ഒരേ ലൈനിലുള്ള പീസുകൾ എടുത്ത് കെട്ടരുത്. മുകളിൽ നിന്നും താഴെ നിന്നും എടുത്തിട്ട് ഇങ്ങനെ നിറച്ചും ഇങ്ങനെ കെട്ടിക്കൊടുക്കുക, മൊത്തത്തിൽ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതിന് കുട്ടികൾക്കൊക്കെ ഇത് കെട്ടിയെടുക്കാനായിട്ട് വലിയ താല്പര്യമായിരിക്കും. അവരുടെ കയ്യിലേക്ക് കൊടുത്തേച്ചാൽ മതി, അവരിത് നല്ല സൂപ്പറായിട്ട് കെട്ടിത്തരും. നമുക്കല്ലേ ക്ഷമയില്ലാത്തത്, കുട്ടികൾക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഒരു സൈഡ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്, താഴ്ഭാഗം. ഇനിയിപ്പോൾ നമ്മൾ താഴെ എങ്ങനെയാണോ ചെയ്തത് അതുപോലെ തന്നെ മുകളിലും കെട്ടിക്കൊടുക്കുക. ഇതിൽ നമ്മൾ ഹോളിൻ്റെ ആ ഭാഗമോ ആ സെൻറ്റർ ഭാഗമോ ഒന്നും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല. ഇതിങ്ങനെ ഒന്ന് വലിഞ്ഞ് കഴിയുമ്പോൾ ഇത് ചുരുണ്ടിങ്ങനെ ഇരിക്കും, ഉള്ളിലേക്ക് കയറി നൂലെഴുന്നുവോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിച്ചിങ്ങിൻ്റെ ആവശ്യം ഇതിന് വരുന്നില്ല. ഞാൻ ആം ഹോളിൻ്റെ ആ ഭാഗം ഒന്ന് കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരുപാട് കനമുള്ള സംഭവങ്ങളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. നമുക്ക് ചെറിയ എന്തെങ്കിലും ബുക്കോ
അല്ലെങ്കിൽ എന്തെങ്കിലും പൗച്ച് അങ്ങനെയുള്ള സാധനങ്ങൾ ഒക്കെ ഇടാനേ പറ്റത്തുള്ളൂ. അപ്പോൾ കുട്ടികൾക്കൊക്കെ ജസ്റ്റ് കളിക്കാനും അപ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ ഇത് കൊടുത്താൽ അവർക്കൊരു സന്തോഷവും നമുക്കും സന്തോഷവും. അപ്പോൾ ഞാനിത് ചുമ്മാ 2 ബുക്കൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് നോക്കുകയാണ്. ബുക്കൊക്കെ കറക്റ്റായിട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇത് അത്യാവശ്യം വലിയ ബനിയനായതുകൊണ്ട്. അപ്പോൾ കണ്ടോ, ഇതുപോലെ 2 ബുക്കൊക്കെ ഇട്ടാൽ നമുക്ക് ഷോൾഡറിൽ ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റിയൊരു ബാഗാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ഇതുപോലെയുള്ള പഴയ ബനിയനൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അതെടുത്തിട്ടൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.